സാവോട്ട്, അത് തേജസ്സാണ്. സാവർക്കർ എന്നത് എന്താണ്? സാവർക്കർ എന്നത് അപ്പോൾ, സാവർക്കർ എന്നത് തത്വം, സാവർക്കർ എന്നത് തർക്കം, സാവർക്കർ എന്നത് യുവത്വം, സാവർക്കർ എന്നത് മൂന്ന്, സാവർക്കർ എന്നത് വാള്, സാവർക്കർ എന്നത് ദീപ്തി. ഞാൻ പുറത്ത് ആരെങ്കിലും 2 പ്രായം എന്തായിരുന്നു ശിക്ഷ നൽകിയിട്ടുണ്ട്. മുകളിലുള്ളവനൊരു ജീവൻ തന്നിരുന്നു, ജഡ്ജി സാറ് 2 കൂടി നൽകി. നമ്മുടെ പവിത്രമായ ധർമ്മത്തെക്കാളും മറ്റെന്തിനേക്കാളും ഏറെ ഉന്നത സ്ഥാനത്താണ് ഇത് നിലകൊള്ളുന്നത്. നാം അഖണ്ഡ ഭാരതം സൃഷ്ടിക്കുന്നു. അഖണ്ഡ ഭാരതത്തിന്റെ ഉപഭാഗം ഭാരതത്തിന്റെ. നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ മതത്തെ വെറും വസ്ത്രങ്ങള്, ജനയു, ചോറ്റി, ഗോമൂത്രം എന്നിവയിലേക്ക് മാത്രം പരിമിതപ്പെടുത്തിയിരിക്കുന്നു? അതാണ് ഹിന്ദുത്വം. അല്ല, നിങ്ങൾ ഹരിജൻ എന്ന് വിളിക്കുന്നവരാണ്. ഞാൻ ശോഷിതനാണ്. തലമുറയാണ് ഹിന്ദുസ്ഥാൻ. ഹിന്ദുസ്ഥാൻ നിന്റെ ജീവൻ, എന്റെ ജീവൻ, എന്റെ ജീവൻ, നിന്റെ ജീവൻ. ഒക്ടോബർ 1920 കേരളത്തിലെ കോഴിക്കോട് നടന്ന ഖിലാഫത്ത് മണ്ഡലത്തിന്റെ യോഗത്തില് പഞ്ചാബിൽ നിന്ന് മൗലാന അല്ലാ ബക്സ് എത്തിയിരുന്നു. ഖിലാഫത്ത് മണ്ഡലത്തിലെ നേതാവ് രാമനാരായണൻ നമ്പൂതിരിയെ കോഴിക്കോട് മുസ്ലിങ്ങൾ മനസ്സിലാക്കി അല്ലാ ബക്സിന്റെ പ്രസംഗത്തിന് മുമ്പ് ഹിന്ദു മുസ്ലിം ഐക്യം കാണിക്കാൻ അല്ലാ ബക്സിന്റെ ബഗ്ഗി കുതിരകളുടെ പകരം ഹിന്ദു യുവാക്കൾ വലിക്കണമെന്ന് നിർദ്ദേശിച്ചു. ഇത് ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ മനോഹരമായ സന്ദേശം മുഴുവൻ രാജ്യത്തേക്കും എത്തിക്കും. നാരായൺ സന്തോഷിച്ചു. ബഗ്ഗിയിൽ അല്ലാബക്ഷ രാജാക്കന്മാരുടെ ശൈലിയിൽ അഭിമാനത്തോടെ ഇരുന്നിരുന്നു. മുസ്ലിങ്ങൾ സുബ്ഹാനല്ലാ സുബ്ഹാനല്ലായും അല്ലാഹു അക്ബർ എന്ന മുദ്രാവാക്യവും വിളിച്ചുകൊണ്ടിരുന്നു. ഹിന്ദുക്കൾ അല്ലാഭക്ഷിന്റെ മേൽ പുഷ്പവർഷം നടത്തി. ഹിന്ദു യുവാക്കൾ അല്ലാഭക്ഷിന്റെ ബഗ്ഗിയിൽ കുതിരകളുടെ സ്ഥാനത്ത് ചുമന്നു. മുഴുവൻ കോഴിക്കോട് അല്ലാഭക്ഷിനെ ഒരു രാജാവിനെ പോലെ യാത്ര ചെയ്യിച്ചു. മുസ്ലിങ്ങള് അഭിമാനത്തോടെ നെഞ്ചു വീർപ്പിച്ചു നിന്നു. പക്ഷെ ഹിന്ദുക്കള് ഒരു ചെറിയ പിഴവ് ചെയ്തു. ഒരു നായരുടെ വായിൽ നിന്ന് അല്ലാഹു അക്ബർ എന്നതിന്റെ ഇടയിൽ വന്ദേ മാതരം എന്ന മുദ്രാവാക്യം പുറത്തു വന്നു. മുസ്ലിം യുവാക്കൾ ഉടൻ തന്നെ നായരെ ജുലൂസിന്റെ നടുവിൽ നിന്ന് വലിച്ചെടുത്തു. ഹിന്ദു നേതാക്കൾ ഉത്തരവിട്ടു, ഹിന്ദുക്കളും അല്ലാഹു അക്ബർ എന്ന മുദ്രാവാക്യം വിളിക്കണമെന്ന്. ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടാവും. ഇതില് വായിച്ചിട്ടുണ്ടോ? ഈ മുപ്ല പുസ്തകത്തിന്റെ എഴുത്തുകാരൻ വിനായക് ദാമോദർ സാവർക്കറാണ്. മൊത്തം പുസ്തകവും മൊപ്ല കലാപങ്ങളുടെ വേദനാജനകമായ സംഭവങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചിരിക്കാം, അപ്രത്യക്ഷമായി ഇന്ന് ഈ പുസ്തകത്തെക്കുറിച്ച് എങ്ങനെ ഓർമ്മ വന്നു എന്ന്. സാവർക്കറുടെ പേര് കേൾക്കുമ്പോൾ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന TV ഡിബേറ്റുകൾ നിങ്ങൾക്ക് ഓർമ്മ വന്നിരിക്കാം. ഗാവസ്കറിനെതിരെ വ്യാജ പ്രചരണം വ്യാപിച്ചു. പതിവായി പറയപ്പെട്ടത് അദ്ദേഹം ഇംഗ്ലീഷ് സർക്കാരിന് മുന്നിൽ അനേകം അപേക്ഷകൾ നൽകിയിരുന്നു എന്നായിരുന്നു. ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ മഹാത്മാഗാന്ധിയെ ഫാദർ ഓഫ് ദി നേഷൻ എന്ന സ്ഥാനത്ത് നിന്ന് മാറ്റി സാവർക്കറെ ഫാദർ ഓഫ് ദി നേഷനാക്കി മാറ്റും ഈ ആളുകൾ. ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിന് ഒരൊറ്റ ഫാദർ ഓഫ് ദി നേഷൻ മാത്രമേ ഉണ്ടാകാൻ കഴിയൂ. ഞാൻ ഹർപ്രീത് കൗർ. ഇന്ന് മെയ് 28 ഇതേ ദിവസം 1883 വിനായക് ദാമോദർ സാവർക്കർ ജനിച്ചു. അവരെക്കുറിച്ച് ഇന്നും വിവാദങ്ങൾ നിലനിൽക്കുന്നു. ഈ വിവാദങ്ങൾക്കിടയിൽ അപൂർണമായ കഥകളും സംഭവങ്ങളും മറച്ചുവെക്കപ്പെടുന്നു. സാവർക്കർജിയെക്കുറിച്ച് ഒരു വ്യത്യസ്തമായ നാരേറ്റീവ് പ്രചരിപ്പിക്കപ്പെടുന്നു. പക്ഷേ നാം രാഷ്ട്രീയ തർക്കങ്ങളിൽ നിന്ന് മാറി സാവർക്കർജിയുടെ ജീവിതത്തിലെ മറഞ്ഞിരിക്കുന്ന പേജുകൾ തിരുത്തിയാൽ നിങ്ങളുടെ മനസ്സ് അവരോടുള്ള വിശ്വാസം മാറുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആരാധനയോടെ നിറഞ്ഞു പോകും. നാസിക്കില് 1883 മെയ് 28 ഈ വീട്ടിലാണ് സാവർക്കർ ജനിച്ചത്. സ്വാമി ദയാനന്ദ ആരംഭിച്ച ആത്മീയ പുനരുജ്ജീവനത്തിന്റെ പ്രതീകമായിരുന്നു അദ്ദേഹം. പ്രാണായാമത്തിനായുള്ള സാധനകൾ, വിനാശകരമായ കാര്യങ്ങൾ, ഏതൊരു ദുഷ്കർമ്മമാണോ ചെയ്യുന്നത് അത് ധർമ്മത്തിന്റെ പുനഃസ്ഥാപനത്തിനായിരുന്നോ? സാധ്യമാണ്. ഏറ്റവും ആദ്യമായി ഒരു കുട്ടി വെറും 9 വയസ്സായിരുന്നപ്പോ തന്റെ അമ്മയായ രാധാബായി സാവർക്കറെ എപ്പോഴേക്കും നഷ്ടപ്പെട്ടു. അമ്മയുടെ മരണത്തിന് ശേഷം അച്ഛനാണ് ആശ്രയമെന്ന് വിചാരിച്ചു. പക്ഷേ അമ്മയുടെ മരണത്തിന് ഏകദേശം 7 വർഷങ്ങൾക്ക് ശേഷം 1899 പ്ലേഗ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ അവന്റെ അച്ഛനും സ്വർഗസ്ഥനായി. ഇപ്പൊ കുടുംബത്തിന് ബാക്കിയുള്ളത് 2 സഹോദരങ്ങൾ, ഗണേശ്, നാരായൺ, ഒപ്പം ഒരു സഹോദരി മൈന. അച്ഛന്റെ മരണത്തിന് ശേഷം കുടുംബം നടത്താനുള്ള ഉത്തരവാദിത്വം മൂത്ത സഹോദരനായ ഗണേഷ് സാവർക്കർ ഏറ്റെടുത്തു. 1901 വിനായകന്റെ വിവാഹം രാമചന്ദ്രൻ ത്രിവങ് ചിപ്ലുൻകറിന്റെ മകളായ യമുനാബായിയുമായി നടന്നു.
മറ്റു വശത്ത് സസ്രാളുകാരുടെ സഹായം വിനായകന്റെ യൂണിവേഴ്സിറ്റി പഠനത്തിൽ ലഭിച്ചു. ഇവിടെ നിന്ന് വിനായക ദാമോദർ സാവർക്കറുടെ ജീവിതത്തിൽ ഒരു വലിയ തീരുമാനമുണ്ടായി. ആ കാലത്ത് അദ്ദേഹം ആര്യ സമാജ് സ്ഥാപനത്തിൽ നിന്ന് വളരെ പ്രചോദനം നേടിയിരുന്നതും മഹർഷി ദയാനന്ദ സരസ്വതിയുടെ പ്രഗാഢ ശിഷ്യനുമായിരുന്നു. ശ്യാംജി കൃഷ്ണവർമ്മ ലണ്ടനിൽ ഇന്ത്യ ഹൗസ് സ്ഥാപിച്ച സത്യസന്ധനായ ദേശഭക്തനായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഒരു വേറിട്ട വേദി ഒരുക്കിയതും അദ്ദേഹമാണ്. ലണ്ടനിലെ ഈ ഇന്ത്യ ഹൗസ് ക്രാന്തികാരികൾക്ക് ഒരു തീർത്ഥസ്ഥലായിരുന്നു. ഇന്ത്യയിൽ തന്റെ പഠനം പൂർത്തിയാക്കിയ ശേഷം സാവർക്കർ ശ്യാംജി കൃഷ്ണവർമ്മയെ മുലാക്കുന്നു. നിയമപഠനം പൂർത്തിയാക്കുന്നതിനായി ശ്യാംജി കൃഷ്ണവർമ്മ സാവർക്കറെ ഇംഗ്ലണ്ടിലേക്ക് അയക്കാൻ സഹായിച്ചു. സാവർക്കർ ഇപ്പോൾ ഇംഗ്ലണ്ടിലായിരുന്നു. അവിടെ പോയി മഹർഷി ദയാനന്ദ സരസ്വതിജിയുടെ ശിഷ്യന്മാരെ കണ്ടപ്പോൾ മനസ്സിൽ ക്രാന്തികാരി ഭാവന ഉണർന്നു. വിപ്ലവത്തിനായി യോഗങ്ങൾ നടത്തുകയും പംഫ്ലറ്റുകളും പുസ്തകങ്ങളും വിതരണം ചെയ്യുകയും ചെയ്യുന്നത് സാധാരണമായിരുന്നു. ഇന്ത്യ ഹൗസിലായിരുന്നു വീർ സാവർക്കർ വെറും 23 വയസ്സിൽ ഒരു പുസ്തകം എഴുതിയത്. 1985 സമരം. സർക്കാരിന്റെ ആദ്യത്തെ ഗ്രന്ഥം പൂർണ്ണമായി തയ്യാറാകുകയും അച്ചടിക്കപ്പെടുന്നതിന് മുമ്പേ തന്നെ പിടിച്ചെടുക്കപ്പെട്ടു. ഈ ഗ്രന്ഥം വിപ്ലവാത്മകമായ രഹസ്യ രീതിയിൽ അച്ചടിക്കുകയും അതിന്റെ 100 കണക്കിന് പകർപ്പുകൾ ഇന്ത്യയിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഭഗത് സിംഗ് കൂടാതെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരും ഈ പുസ്തകം രഹസ്യമായി രാത്രിയിൽ അച്ചടിച്ച് വിതരണം ചെയ്തു. ഉടൻ തന്നെ അഭിനവ് ഭാരത് എന്ന സംഘടന സ്ഥാപിക്കപ്പെട്ടു. യുവാക്കളും വിപ്ലവകാരികളും ഈ സംഘടനയുമായി ചേരാൻ തുടങ്ങി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിർണായക പങ്ക് വഹിച്ച വിനായക് ദാമോദർ സവർക്കർ സ്ഥാപിച്ച വിപ്ലവ സംഘടനയായ അഭിനവ് ഭാരതിനെ കുറിച്ച് നമുക്കിപ്പോൾ വിശദമായി പരിശോധിക്കാവുന്നതാണ്. ഭാരതീയ രാഷ്ട്രീയത്തില് ഒരു ശക്തമായ സംഘടനയായി മാറിയതോടെ ഇംഗ്ലീഷ് സർക്കാർ ഇതിനെ തകർക്കാൻ ശ്രമിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് സഹോദരൻ ഗണേഷ് സാവർക്കറെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ ദേശദ്രോഹിയായി പ്രഖ്യാപിച്ച് കാലാപാനിയിലേക്ക് അയച്ചത്. ശിക്ഷ വിധിച്ചു. പിന്നീട് വീർ സാവർക്കറിനും 11 സെപ്റ്റംബർ 23 ജീവപര്യന്തം തടവും കാളാപാനിയിലേക്കുള്ള ശിക്ഷയും വിധിക്കപ്പെട്ടു. കൂടാതെ മുഴുവൻ സ്വത്തും പിടിച്ചെടുക്കാനുള്ള ശിക്ഷയും ലഭിച്ചു. 2 ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ലോകത്തിലെ ഏക വിപ്ലവകാരിയാണ് അദ്ദേഹം. 11 ജനുവരി 31 അദ്ദേഹത്തെ അണ്ടമാനിയിലേക്ക് അയച്ചു. അവിടെ അദ്ദേഹത്തോടൊപ്പം ക്രൂരമായ പെരുമാറ്റം നടിച്ചു. എണ്ണ എടുക്കാൻ അവനെ കോലുവിന്റെ കാളയെ പോലെ ജോലിക്ക് ഉപയോഗിക്കുകയായിരുന്നു. ചെറിയ ചെറിയ കോത്തറുകളിൽ താമസിക്കേണ്ടി വന്നു. കുടിക്കാൻ 3 മഗ് കറുത്തും കയ്പുള്ള വെള്ളം മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ കഷ്ടങ്ങൾ പറയുമ്പോഴും കൈകൾ വിറയ്ക്കുന്നു. മറ്റേതെങ്കിലും വിപ്ലവകാരി മഹാനായ വ്യക്തിയും ഇത്രയും കഷ്ടങ്ങൾ സഹിച്ചിട്ടില്ല, അതും ഇത്രയും നീണ്ട കാലം. അവരുടെ സഹോദരൻ ഗണേഷ് സാവർക്കറും ഇതേ ജയിലിലായിരുന്നു. ദുഃഖകരമായ കാര്യം എന്തെന്നാൽ ഒരു വിപ്ലവകാരിയും തമ്മിൽ കാണാനോ സൂചനകളിലൂടെ പോലും സംസാരിക്കാനോ കഴിയില്ലായിരുന്നു. ജയിലിലെ പീഡനങ്ങൾ സാവർക്കർജി തന്റെ പുസ്തകമായ മാജി ജന്മ ടേപ്പിൽ എഴുതിയിട്ടുണ്ട്. 12 വർഷം വരെ അദ്ദേഹം കാളാപാനി ശിക്ഷ അനുഭവിച്ചു. ആരോഗ്യനില മോശമായി തുടങ്ങി. രാജ്യത്താകമാനം അദ്ദേഹത്തിന്റെ മോചനത്തിനായി സർക്കാർ മേൽ സമ്മർദ്ദമുയർന്നു. അവരുടെ മോചനത്തിനായി 70,000 ഒപ്പുകളോടുകൂടിയ അപേക്ഷാപത്രം ജനങ്ങളെ സർക്കാർക്ക് അയച്ചു. സാധാരണ ആളുകളിൽ നിന്ന് നേതാക്കളിലേക്കും എല്ലാവരും ഒപ്പുവെച്ചു. പക്ഷെ ഗാന്ധിജി ഒപ്പുവെക്കാൻ നിരസിച്ചു. 1921 ഇരുവരും സഹോദരന്മാരും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. 1925 വീർ സാവർക്കർ വീട്ട തടങ്കലിലാക്കി. എന്നാൽ എല്ലാ ഭാഗത്തു നിന്നും ഉയർന്ന സമ്മർദ്ദം കാരണം ജമുനാദാസ് ജിയുടെ ശ്രമഫലമായി 1937 മെയ് 10 അദ്ദേഹത്തെ മോചിപ്പിച്ചു. 2 ജീവപര്യന്തം കാൽപ്പാനി ശിക്ഷ ലഭിച്ച വീർ സാവർക്കർ ഇപ്പോൾ സ്വതന്ത്രനായി. മനോഹരമായ രസോയതയും പിന്നെ ആ രസോയതാമലതി നോക്കൂ.
സ്വതന്ത്രനായ ശേഷം ആദരപൂർവ്വം കോൺഗ്രസിന്റെ നേതാവാകാനുള്ള അവസരം ഉപേക്ഷിച്ച് 1937 ഡിസംബറിൽ അഹമ്മദാബാദിൽ നടന്ന ഹിന്ദു മഹാസമ്മേളനത്തിൽ ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷ സ്ഥാനം സ്വീകരിച്ചു. ഹൈദരാബാദിലെ നിസാം അവിടുത്തെ ഹിന്ദു ജനതയ്ക്കെതിരെ നടത്തുന്ന അതിക്രമങ്ങൾക്കെതിരെ ആര്യ സമാജം 1900 ഡിസംബർ 8 പ്രതിഷേധിച്ചു. ആര്യ മഹാസമ്മേളനത്തിൽ പ്രഖ്യാപിച്ച ഹൈദരാബാദിലെ പ്രശസ്തമായ ആര്യ സത്യാഗ്രഹ ധർമ്മയുദ്ധത്തില് വീർ സാവർക്കർ ഹിന്ദുസഭയുടെ ഭാഗത്ത് നിന്ന് സർവാധികാരിയായി സത്യാഗ്രഹത്തിൽ മുഴുവൻ ഊർജവും നിക്ഷേപിച്ച് ആര്യന്മാരെ സഹായിച്ചു. ഏകദേശം 15000 ആര്യ സമാജം അംഗങ്ങൾ ഇതിൽ പങ്കെടുത്തു. കൂടാതെ മറ്റ് 4000 പേർ നിസാം സംസ്ഥാനത്തിലെ ജയിലുകളിൽ കഷ്ടങ്ങൾ അനുഭവിച്ചു. 1941 കരാച്ചിയിൽ നടന്ന മുസ്ലിം ലീഗ് സമ്മേളനത്തില് സത്യാർത്ഥ പ്രകാശത്തിന്റെ 14ാം സമുല്ലാസിനെ ഇസ്ലാമിന്റെ വിരുദ്ധമാണെന്ന് ആരോപിച്ച് നിരോധിക്കാൻ പ്രമേയം പാസാക്കി. സിന്ധ് മന്ത്രിസഭ സത്യാർത്ഥ പ്രകാശത്തിന്റെ 14ാം സമുല്ലാസ് നീക്കം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു. ഒരു വിധത്തിൽ അപ്രതീക്ഷിതമായി സിന്ധിൽ സത്യാർത്ഥ പ്രകാശത്തിന് നിരോധനം ഏർപ്പെടുത്തി. രാജ്യത്തുടനീളം മഹർഷി ദയാനന്ദന്റെ ശിഷ്യന്മാരിൽ ദുഃഖത്തിന്റെ ഒരു തരംഗം പടർന്നു. ഡൽഹിയിൽ നടന്ന ഒരു വലിയ ആര്യ സമ്മേളനം സത്യാർത്ഥ പ്രകാശത്തിന് നിരോധനം ഏർപ്പെടുത്താനുള്ള ശ്രമത്തെ ശക്തമായി അപലപിച്ചു. വൈസ്രോയിക്ക് ആയിരക്കണക്കിന് ടെലഗ്രാമുകൾ അയച്ച് ഈ അന്യായമായ നടപടിക്കെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തി. വീർ സാവർക്കരും പൊതുവേദിയിൽ പ്രഖ്യാപിച്ചു, സിന്ധിൽ സത്യാർത്ഥ പ്രകാശത്തിന് നിരോധനം തുടരുന്നിടത്തോളം അത്രവരെ കോൺഗ്രസ് ഭരിക്കുന്ന പ്രദേശങ്ങളിൽ ഖുറാനിന് നിരോധനം ഏർപ്പെടുത്തണമെന്ന് ശക്തമായ ആവശ്യം ഉന്നയിക്കണമെന്നും അതിനുശേഷം വീർ സാവർക്കർ ഇന്ത്യയിലെ വൈസ്രോയ്ക്കും സിന്ധ് ഗവർണർക്കും ടെലഗ്രാം അയച്ച് സിന്ധ് സർക്കാരിന്റെ സത്യാർത്ഥ പ്രകാശത്തിന് നിരോധനം ഏർപ്പെടുത്തുന്നത് സമുദായ വൈരാഗ്യം വളർത്തുമെന്നും സത്യാർത്ഥ പ്രകാശത്തിൽ നിന്ന് നിരോധനം നീക്കിയില്ലെങ്കിൽ അതിന് ദോഷകരമായ ഫലങ്ങൾ ഉണ്ടാകുമെന്ന് അറിയിച്ചു. അപ്പോൾ ഹിന്ദുക്കള് ഖുറാനിന് നിരോധനം ഏർപ്പെടുത്താൻ പ്രക്ഷോഭം ആരംഭിക്കും. അത്രമാത്രമല്ല, വീർ സാവർക്കർ മഹർഷി ദയാനന്ദജിയുടെ പുസ്തകമായ സത്യാർത്ഥ പ്രകാശത്തെ കുറിച്ച് പറഞ്ഞത് ഹിന്ദു ജാതിയുടെ തണുത്ത രക്തത്തിൽ ചൂടുള്ള രക്തം ഒഴുക്കുന്ന ഗ്രന്ഥം സത്യാർത്ഥ പ്രകാശം അമരമായിരിക്കട്ടെ എന്നായിരുന്നു. അവരുടെ ജീവിതകാലത്ത് തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ഇന്ത്യ വിഭജിക്കപ്പെട്ടത് അവർക്ക് വളരെ വേദനയുണ്ടാക്കി. 1948 ഗാന്ധിജിയുടെ കൊലപാതകം നടന്നപ്പോൾ അവരെയും അറസ്റ്റ് ചെയ്തു. പക്ഷെ അവർക്കെതിരെ ഒരു കുറ്റവും തെളിയിക്കാനായി ഇല്ലാത്തതിനാൽ അവരെ വിട്ടയച്ചു. 1965 താഷ്കന്ത് കരാറിൽ ഇന്ത്യ നേടിയ ഭൂമി തിരികെ നൽകുന്നതിന്റെ വാർത്ത അവർ കേട്ടപ്പോ ദുഃഖഭരിതമായ ഹൃദയത്തോടെ അവർ പറഞ്ഞു, മരണമേ, നീ എന്നെ ഏറ്റെടുക്കൂ, എനിക്കിനി രാജ്യത്തിന്റെ ദുരവസ്ഥ കാണേണ്ടി വരാതിരിക്കാൻ. അവർ അസുഖം പിടിച്ചു തുടങ്ങി. മരുന്നും ഭക്ഷണവും സ്വീകരിക്കുന്നത് അവർ ഉപേക്ഷിച്ചു. 1966 ഫെബ്രുവരി 26 വീർ സാവർക്കർ ഈ നശ്വര ശരീരം ഉപേക്ഷിച്ച് യാത്രയായി. ദേശത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി അവര് സഹിച്ച അത്യന്തം കഠിനമായ പീഡനങ്ങളെ രാഷ്ട്രം ഒരിക്കലും മറക്കില്ല. അവരുടെ തപസ്, ത്യാഗം, രാജ്യസ്നേഹം എന്നും ഭാരതീയരെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും. നാം ഈ ദേശത്തെ കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാണെങ്കിൽ എന്റെ കുട്ടികളെ ഈ ദേശത്തെ സൂക്ഷിച്ചുകൊള്ളുവിൻ, ആക്രമികൾക്ക് മുന്നിൽ ഉറച്ചു നിൽക്കുവിൻ. സമരങ്ങളും അതിനെക്കുറിച്ച് സാവർക്കർ എഴുതിയ പ്രശസ്തമായ പുസ്തകം മോപ്ല ഓരോ ഭാരതി, ഈ മഹാനായ വിപ്ലവകാരിയെ കുറിച്ച് ആര്യ സമാജത്തിന്റെ സത്സംഗം തീർച്ചയായും വായിക്കണം. നിങ്ങളാണ് എന്റെ മഹത്തായ ഭാരതത്തിന്റെ ഭാവി. ഈ ദേശത്തെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്റെ കുട്ടികളെ.